ഹായ്, നമസ്തേ. ഒരു യോഗിയുടെ ആത്മകഥ, അധ്യായം 12. എൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിലെ വർഷങ്ങൾ. നീ വന്നെത്തിയല്ലോ. ബാൽക്കണിയിലുള്ള ഇരിപ്പുമുറിയിൽ ഒരു കടുവാത്തോലിൽ ഇരുന്ന ശ്രീ യുക്തേശ്വരൻ എന്നെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വരം സ്നേഹശൂന്യവും പെരുമാറ്റം നിർവികാരവുമായിരുന്നു. അതെ പ്രിയ ഗുരുദേവ, അങ്ങയെ അനുസരിക്കാൻ ഞാൻ ഇതാ എത്തിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ടു വന്ദിച്ചു. അതെങ്ങനെ സാധിക്കും? നീ എൻ്റെ ഇച്ഛകൾ അവഗണിക്കുകയല്ലേ? ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല ഗുരുജി. അങ്ങയുടെ ഇച്ഛയായിരിക്കും ഇനി എനിക്ക് പ്രമാണം. അങ്ങനെ വരട്ടെ. അപ്പോൾ എനിക്ക് നിന്റെ ജീവിതത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ കഴിയും. ഞാൻ പൂർണ്ണ മനസ്സോടെ ആ ഭാരം കൈമാറുന്നു ഗുരുദേവ. അപ്പോൾ നീ വീട്ടിൽ കുടുംബാംഗങ്ങളുടെ അടുത്ത് തിരിച്ചു പോകണം. എൻ്റെ ആദ്യത്തെ അപേക്ഷ അതാണ്. കൽക്കത്തയിലെ കോളേജിൽ നീ ചേരണം. നിന്റെ വിദ്യാഭ്യാസം നീ തുടരണം. എങ്കിൽ ശരി ഗുരുദേവ. ഞാൻ എൻ്റെ പരിഭ്രമം മറച്ചു പിടിച്ചു. ഈ അലട്ടുന്ന പുസ്തകങ്ങൾ എന്നെ എക്കാലവും പിന്തുടരുമോ? ആദ്യം അച്ഛൻ, ഇപ്പോൾ ശ്രീ യുക്തേശ്വരൻ. എന്നെങ്കിലും ഒരിക്കൽ നീ പാശ്ചാത്യ ദേശത്തു പോകും. അറിഞ്ഞിട്ടും കേട്ടിട്ടുമില്ലാത്ത ഈ ഹിന്ദു ഗുരുവിന് ഒരു സർവകലാശാല ബിരുദം ഉണ്ടെങ്കിൽ അദ്ദേഹം പകരുന്ന ഭാരതത്തിന്റെ പ്രാചീന വിജ്ഞാനത്തോട് അവിടുത്തെ ആളുകൾ കൂടുതൽ ആഭിമുഖ്യം കാട്ടും. ഗുരുജി, അങ്ങേക്കാണ് അതെല്ലാം ഏറ്റവും നന്നായി അറിയാവുന്നത്. എൻ്റെ മ്ലാനത മാറി. പാശ്ചാത്യ ദേശത്തെ പറ്റിയുള്ള പരാമർശം കുഴക്കുന്നതും വിദൂരവുമായി എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ ഗുരുദേവനെ അനുസരണ കൊണ്ട് സന്തോഷിപ്പിക്കുവാനുള്ള അവസരം ഒരു ജീവത് പ്രശ്നമെന്നോണം സുപ്രധാനമായിരുന്നു. നീ അടുത്ത് കൽക്കത്തയിൽ ഉണ്ടായിരിക്കുമല്ലോ. സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെ വരൂ. ഒക്കുമെങ്കിൽ എന്നും. ഗുരുദേവ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെ വിശദാംശത്തിലും ഞാൻ അങ്ങയുടെ അധികാരം കൃതജ്ഞതാപൂർവം സ്വീകരിക്കുന്നു. ഒരു വ്യവസ്ഥയിൽ. എന്താണത്? എനിക്ക് ഈശ്വരനെ കാട്ടിത്തരാമെന്ന് അങ്ങ് വാക്കു തരണം. 1 മണിക്കൂർ നീണ്ട വാഗ്വാദം തുടർന്നുണ്ടായി. ഒരു ആചാര്യന്റെ വാക്ക് പാഴായിക്കൂടാ. അത് നിസാരമായി കൊടുക്കാറുമില്ല. ആ വാഗ്ദാനത്തിന്റെ വിവക്ഷകൾ ആത്മവിദ്യാപരമായ വിശാല വീതികൾ തുറന്നു വയ്ക്കുന്നു. പ്രത്യക്ഷപ്പെടാൻ സ്രഷ്ടാവിനെ നിർബന്ധിതനാക്കുന്നതിനു മുമ്പ് ഒരു ഗുരു അദ്ദേഹവുമായി ഗാഢമായ ബന്ധത്തിൽ ആയിരിക്കുക തന്നെ വേണം. ശ്രീ യുക്തേശ്വരന്റെ ഈശ്വര താദാത്മ്യം ബോധ്യമായ ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ അനുകൂല സാഹചര്യം ശരിക്കും മുതലെടുക്കാൻ തീരുമാനിച്ചു. നീ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പ്രകൃതക്കാരനാണല്ലോ. തുടർന്ന് ഗുരുദേവന്റെ അനുമതി കരുണാർദ്രമായ നിസ്സന്ദേഹത്തോടെ മുഴങ്ങി. നിന്റെ ഇച്ഛ എൻ്റെ ഇച്ഛയാകട്ടെ. ഒരു ജീവിതകാലത്തിന്റെ നിഴൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അകന്നു. അവിടെയും ഇവിടെയും ഒരു നിശ്ചയവുമില്ലാത്ത തിരച്ചിൽ അവസാനിച്ചു. ഒരു യഥാർത്ഥ ഗുരുവിൽ ഞാൻ ശാശ്വതമായ അഭയം കണ്ടെത്തി. വരൂ, ഞാൻ ആശ്രമം കാട്ടിത്തരാം. ഗുരുദേവൻ കടുവാത്തോലിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ ചുറ്റിനും നോക്കിയപ്പോൾ ഭിത്തിയിൽ മുല്ലപ്പൂമാല ചാർത്തിയ ഒരു ചിത്രം കണ്ടു. ലാഹിരി മഹാശയൻ. അത്ഭുതത്തോടെ ഞാൻ പറഞ്ഞു, അതെ, എൻ്റെ ദിവ്യ ഗുരുദേവൻ. ബഹുമാനാദരങ്ങൾ കൊണ്ട് ശ്രീ യുക്തേശ്വരന്റെ ശബ്ദം തരളിതമായിരുന്നു. എൻ്റെ അന്വേഷണങ്ങളുടെ പരിധിയിൽപ്പെട്ട ജീവിതങ്ങളിൽ ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരു യോഗി എന്ന നിലയിലും മറ്റ് ഏതൊരു ഗുരുവിനേക്കാളും അദ്ദേഹം ഏറെ ശ്രേഷ്ഠനായിരുന്നു. പരിചിതമായ ആ പടത്തിനു മുമ്പിൽ ഞാൻ നിശബ്ദനായി നമിച്ചു. എൻ്റെ ശൈശവത്തിൽ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ചുവടുകളെ ഈ മുഹൂർത്തത്തിലേക്കു നയിച്ച ആ അതുല്യനായ ഗുരുവിലേക്ക് എൻ്റെ ആത്മാവിൻ്റെ ആദരാഞ്ജലി പ്രവഹിച്ചു. ഗുരുദേവന്റെ പിമ്പെ ഞാൻ ആശ്രമത്തിലും പരിസരത്തും ചുറ്റി നടന്നു. കനത്ത ശിലാസ്തംഭങ്ങളുള്ള ആശ്രമം വിശാലവും പുരാതനവും ശില്പഭംഗിയാർന്നതുമായിരുന്നു. അത് ഒരു വലിയ നടുമുറ്റത്തെ വലയം ചെയ്തിരുന്നു. പുറം ചുവരുകൾക്ക് പായൽ പിടിച്ചിരുന്നു. ആശ്രമമുറികൾ ഔപചാരികത കൂടാതെ പങ്കുവെച്ചുകൊണ്ട് പ്രാവുകൾ ചാരനിറമാർന്ന പരന്ന മേൽത്തട്ടിനു മുകളിൽ പറന്നു നടന്നു.
പിന്നിലെ തോട്ടം പ്ലാവും മാവും വാഴയും കൊണ്ട് മനോഹരമായിരുന്നു. 2 നിലയുള്ള കെട്ടിടത്തിന്റെ മുകൾ വശത്തെ മുറികളുടെ അഴിയിട്ട ബാൽക്കണികൾ 3 വശത്തുനിന്നും അങ്കണത്തെ അഭിമുഖീകരിച്ചു. താഴത്തെ നിലയിലെ നിരനിരയായ തൂണുകളും ഉയർന്ന മേൽത്തട്ടിയുമുള്ള വിശാലമായ ഹാൾ ആണ്ടുതോറുമുള്ള ദുർഗാപൂജയുടെ ആഘോഷങ്ങൾക്കാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നതെന്ന് ഗുരുദേവൻ പറഞ്ഞു. ഇടുങ്ങിയ ഒരു ഗോവണി ശ്രീ യുക്തേശ്വരന്റെ ഇരിപ്പുമുറിയിലേക്ക് വഴികാട്ടി. അതിന്റെ ബാൽക്കണി തെരുവിന് അഭിമുഖമായിരുന്നു. ആശ്രമം ലളിതമായി സജ്ജീകരിച്ചിരുന്നു. എല്ലാം തന്നെ സരളവും ശുചിയും ഉപയോഗം നടക്കണമെന്നു മാത്രം ഉദ്ദേശിച്ചുള്ളതുമായിരുന്നു. പാശ്ചാത്യ രീതിയിലുള്ള ധാരാളം കസേരകളും ബെഞ്ചുകളും മേശകളും അവിടെ കാണാമായിരുന്നു. രാത്രി അവിടെ താമസിക്കാൻ ഗുരുദേവൻ ക്ഷണിച്ചു. ആശ്രമത്തിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന 2 യുവ ശിഷ്യന്മാർ പച്ചക്കറികളോട് കൂടിയ അത്താഴം വിളമ്പി. ഗുരുജി, അങ്ങയുടെ ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും പറയൂ. അദ്ദേഹത്തിന്റെ കടുവാത്തോലിനടുത്ത് ഒരു പുൽപ്പായയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. ബാൽക്കണിക്കപ്പുറം സൗഹൃദം നിറഞ്ഞ താരങ്ങൾ വളരെ അടുത്താണെന്നു തോന്നി. എന്റെ പൂർവാശ്രമത്തിലെ പേര് പ്രിയനാഥ് കരാർ എന്നായിരുന്നു. ഞാൻ ഇവിടെ ശ്രീരാമപുരത്താണ് ജനിച്ചത്. അച്ഛൻ ധനാഢ്യനായ ഒരു വ്യാപാരിയായിരുന്നു. എന്റെ ആശ്രമമായിരിക്കുന്ന ഈ കുടുംബവക മാളിക അദ്ദേഹം പൈതൃകമായി തന്നതാണ്. ഔപചാരികമായ എന്റെ വിദ്യാലയ ശിക്ഷണം അല്പമാത്രമായിരുന്നു. അത് മന്ദവും നിരർത്ഥകവുമായി എനിക്ക് തോന്നി. യൗവനാരംഭത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ചുമതലകൾ ഞാൻ ഏറ്റെടുത്തു. ഒരു മകൾ ഉണ്ട്, വിവാഹിതയാണ്. എന്റെ മധ്യവയസ്സിൽ ലാഹിരി മഹാശയന്റെ മാർഗദർശനം ലഭിക്കാൻ ഭാഗ്യമുണ്ടായി. എന്റെ പത്നി മരിച്ച ശേഷം ഞാൻ സന്യാസി പരമ്പരയിൽ ചേർന്ന് ശ്രീ യുക്തേശ്വരഗിരി എന്ന പുതിയ പേര് സ്വീകരിച്ചു. ഇതൊക്കെയാണ് എന്റെ എളിയ ചരിത്രം. എന്റെ ആകാംക്ഷാഭരിതമായ മുഖത്തു നോക്കി ഗുരുദേവൻ പുഞ്ചിരിച്ചു. എല്ലാ ജീവചരിത്ര രേഖകളെയും പോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉള്ളിലെ മനുഷ്യനെ വെളിപ്പെടുത്താതെ ബാഹ്യവസ്തുതകൾ നിരത്തിവെക്കുകയായിരുന്നു. ഗുരുജി, അങ്ങയുടെ കുട്ടിക്കാലത്തെ ഏതാനും കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഏതാനും ചിലതു പറയാം. ഓരോന്നും ഓരോ ഗുണപാഠമുള്ളവ. മുന്നറിയിപ്പോടെ ശ്രീ യുക്തേശ്വരന്റെ കണ്ണുകൾ കുസൃതിയായി പുഞ്ചിരിച്ചു. ഇരുട്ടുമുറിയിലുള്ള ഭൂതത്തെപ്പറ്റി പേടിപ്പെടുത്തുന്ന ഒരു കഥ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താൻ ഒരിക്കൽ എന്റെ അമ്മ ശ്രമിച്ചു. ഉടൻ തന്നെ ഞാൻ അവിടെ പോയി ഭൂതത്തെ കാണാൻ കഴിയാതെ പോയതിലുള്ള എന്റെ നിരാശ പ്രകടിപ്പിച്ചു. അതിനുശേഷം ഒരിക്കലും അമ്മ ഒരു പേടിക്കഥ എന്നോട് പറഞ്ഞിട്ടില്ല. ഗുണപാഠം: ഭയത്തെ മുഖത്തോട് മുഖം നോക്കുക, എന്നാൽ അത് നിങ്ങളെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുകയില്ല. എന്റെ അയൽക്കാരന്റെ ഒരു വൃത്തികെട്ട നായയെ വാങ്ങാനുണ്ടായ എന്റെ ആഗ്രഹമാണ് മറ്റൊരു ആദ്യകാല സ്മരണ. ആ നായയെ കിട്ടാൻ വേണ്ടി ആഴ്ചകളോളം ഞാൻ വീട്ടിൽ ബഹളമുണ്ടാക്കി. കുറെ കൂടി കാണാൻ കൊള്ളാവുന്ന ഓമന മൃഗങ്ങളെ വാങ്ങിത്തരാമെന്ന വാഗ്ദാനങ്ങൾ ഞാൻ ചെവിക്കൊണ്ടില്ല. ഗുണപാഠം: മമത അന്ധമാണ്. ആഗ്രഹിക്കുന്ന വസ്തുവിന് ആകർഷണീയമായ ഒരു സാങ്കല്പിക പരിവേഷം അത് നൽകുന്നു. മൂന്നാമത്തെ കഥ യുവമനസ്സിന്റെ പെട്ടെന്നു രൂപപ്പെടുന്ന സ്വഭാവവിശേഷത്തെ പറ്റിയുള്ളതാണ്. എന്റെ അമ്മ ഇടയ്ക്കിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരുടെയെങ്കിലും കീഴിൽ ജോലി സ്വീകരിക്കുന്നവൻ ഒരു അടിമയാണ്. ആ ധാരണ മായാത്ത വിധം പതിഞ്ഞതു കാരണം വിവാഹത്തിനു ശേഷവും ഞാൻ എല്ലാ ജോലികളും നിരസിച്ചു. കുടുംബത്തിലെ ധനം വസ്തുക്കളിൽ നിക്ഷേപിച്ച് ഞാൻ വീട്ടുചെലവുകൾ നടത്തി. ഗുണപാഠം: നല്ലതും സൃഷ്ടിപരവുമായ നിർദ്ദേശങ്ങൾ കുട്ടികളുടെ സൂക്ഷ്മഗ്രാഹിയായ കർണങ്ങളിൽ പതിയണം. അവരുടെ ആദ്യകാല ആശയങ്ങൾ മനസ്സിൽ ദീർഘകാലം വ്യക്തമായി പതിഞ്ഞുകിടക്കും. ഗുരുദേവൻ പ്രശാന്തമായ നിശബ്ദതയിലാണ്ടു. ഏതാണ്ട് പാതിരാവടുത്തപ്പോൾ അദ്ദേഹം എന്നെ വലിയ വീതിയില്ലാത്ത ഒരു കട്ടിലിലേക്കാനയിച്ചു. എന്റെ ഗുരുദേവന്റെ വസതിയിലെ ആദ്യ രാത്രിയിൽ ഉറക്കം ഗാഢവും മധുരവുമായിരുന്നു. എനിക്കു ക്രിയായോഗ ദീക്ഷ നൽകാൻ ശ്രീ യുക്തേശ്വരൻ അടുത്ത പ്രഭാതം തിരഞ്ഞെടുത്തു. ഈ വിദ്യ ഞാൻ നേരത്തെ തന്നെ ലാഹിരി മഹാശയന്റെ 2 ശിഷ്യന്മാരിൽ അച്ഛനും എന്റെ അധ്യാപകൻ സ്വാമി കേവലാനന്ദനും അവരിൽ നിന്നും സ്വീകരിച്ചിരുന്നു. പക്ഷേ എന്റെ ഗുരുദേവന് സമൂല പരിവർത്തനം കൈവരുത്തുന്ന
ഒരു ശക്തിവിശേഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്പർശന മാത്രയിൽ നിരവധി സൂര്യന്മാർ ഒന്നിച്ചു പ്രകാശിക്കുന്ന ഉജ്ജ്വല പ്രഭ പോലെ ഒരു മഹനീയ ജ്യോതിസ് എന്റെ ജീവസത്തയിൽ കടന്നുവന്നു. എന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ പരമാത്മാവിന്റെ അവാച്യമായ ഒരു പ്രളയം തന്നെ ഉളവായി. അടുത്ത ദിവസം വൈകുന്നേരം കഴിഞ്ഞാണ് ആശ്രമം വിടാൻ എന്റെ മനസ്സ് എന്നെ അനുവദിച്ചത്. ഞാൻ കൽക്കത്തയിലെ എന്റെ വീട്ടിന്റെ വാതിൽ കയറി. നീ 30 ദിവസത്തിനകം തിരിച്ചു പോകും എന്ന എന്റെ ഗുരുദേവന്റെ ദീർഘദർശനം സഫലമാവുകയും ചെയ്തു. ഞാൻ ഭയന്നിരുന്നതുപോലെ പറന്നു നടക്കുന്ന പക്ഷിയുടെ തിരിച്ചുവരവിനെ പറ്റി എന്റെ ബന്ധുക്കൾ ആരും തന്നെ കുത്തുവാക്കുകളൊന്നും പറഞ്ഞില്ല. ഞാൻ മച്ചിലെ എന്റെ ചെറിയ മുറിയിൽ കയറി. ഒരു സജീവ സാന്നിധ്യത്തെ നോക്കുന്ന മാതിരി സ്നേഹവായ്പോടെ എല്ലായിടവും നോക്കി. നീ എന്റെ ധ്യാനങ്ങൾക്കും സാധനയുടെ കണ്ണുനീരുകൾക്കും മറ്റു വികാര പാരവശ്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ ഞാൻ എന്റെ ദിവ്യഗുരുവിന്റെ അഭയസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. മകനെ, നമ്മെ രണ്ടുപേരെയും ഓർത്ത് എനിക്ക് സന്തോഷമുണ്ട്. സായാഹ്നത്തിന്റെ പ്രശാന്തിയിൽ അച്ഛനും ഞാനും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ ഗുരുദേവനെ കണ്ടെത്തിയ പോലെ വിസ്മയകരമായ രീതിയിൽ നീ നിന്റെ ഗുരുദേവനെ കണ്ടെത്തിയിരിക്കുന്നു. ലാഹിരി മഹാശയന്റെ ദിവ്യഹസ്തങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുന്നു. നിന്റെ ഗുരുദേവൻ അപ്രാപ്യനായ ഒരു ഹിമാലയ ഋഷിശ്രേഷ്ഠനല്ല, അടുത്തു തന്നെയുള്ള ഒരു പുണ്യദേഹമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്റെ പ്രാർത്ഥനകൾ ഫലിച്ചു. നിന്റെ ഈശ്വരാന്വേഷണത്തിൽ നീ എന്റെ കണ്ണിൽ നിന്നും എന്നേക്കുമായി അകറ്റപ്പെട്ടില്ലല്ലോ. എന്റെ ഔപചാരികമായ പഠനം തുടരുമെന്നതിലും അച്ഛന് സന്തോഷമുണ്ടായി. തക്ക ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്തു. അടുത്തുള്ള കൽക്കത്ത സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ അടുത്ത ദിവസം എന്നെ ചേർത്തു. സന്തോഷകരമായ മാസങ്ങൾ വേഗം കടന്നുപോയി. കോളേജ് മുറികളിൽ ഞാൻ വളരെ അപൂർവമായേ കാണപ്പെട്ടിരുന്നുള്ളൂവെന്ന് എന്റെ വായനക്കാർ വ്യക്തമായും ഊഹിച്ചു കാണും. ശ്രീരാമപുരം ആശ്രമത്തിന് അദമ്യമായ ഒരു ആകർഷണ ശക്തി ഉണ്ടായിരുന്നു. എന്റെ നിത്യസാന്നിധ്യം ഗുരുദേവൻ അഭിപ്രായമൊന്നും പറയാതെ സ്വീകരിച്ചു. പഠനമുറികളെപ്പറ്റി അദ്ദേഹം അധികമൊന്നും പരാമർശിച്ചില്ല എന്നത് എനിക്ക് ആശ്വാസമായി. ഒരിക്കലും ഒരു പണ്ഡിതനാകാൻ അനുയോജ്യനൊന്നുമല്ല ഞാനെന്ന് എല്ലാ പേർക്കും ബോധ്യമായിരുന്നുവെങ്കിലും ജയിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ മാർക്ക് കാലാകാലങ്ങളിൽ വാങ്ങാൻ എനിക്കു സാധിച്ചു. ആശ്രമത്തിലെ നിത്യജീവിതം വലിയ വൈവിധ്യമൊന്നും കൂടാതെ സുഗമമായി ഒഴുകി. ഗുരുദേവൻ പ്രഭാതത്തിനു മുമ്പ് ഉണരും. കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ കിടക്കയിൽ ഇരുന്നു കൊണ്ടോ അദ്ദേഹം സമാധിയിൽ പ്രവേശിക്കും. അദ്ദേഹം ഉറക്കം ഉണർന്നു എന്ന് അറിയുക ഏറ്റവും എളുപ്പമായിരുന്നു. കനത്ത കൂർക്കം വലി പൊടുന്നനെ നിൽക്കും. ഒന്നോ രണ്ടോ ദീർഘനിശ്വാസം, ചിലപ്പോൾ ശരീരത്തിന്റെ ഒരു ചലനം, അതിനുശേഷം ശ്വാസോച്ഛ്വാസരാഹിത്യത്തിന്റെ നിശബ്ദാവസ്ഥ. അദ്ദേഹം അഗാധമായ യോഗനിർവൃതിയിൽ ആഴുകയായി. അടുത്തത് പ്രഭാത ഭക്ഷണമായിരുന്നില്ല. ആദ്യം ഗംഗാതീരത്തു കൂടെയുള്ള ഒരു നീണ്ട പദയാത്ര. എന്റെ ഗുരുദേവനുമൊത്തുള്ള ആ പ്രഭാത സവാരികൾ ഇപ്പോഴും എത്ര യാഥാർത്ഥ്യവും വ്യക്തവും. ഓർമ്മയുടെ അനായാസമായ പുനർജനിയിൽ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയാവുന്നു. പുലർക്കാല സൂര്യൻ നദിയെ ഊഷ്മളമാക്കുന്നു. ജ്ഞാനത്തിന്റെ ആധികാരികതയുടെ സമൃദ്ധിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. ഒരു കുളി, അടുത്തത് ഉച്ചഭക്ഷണം. ഗുരുദേവന്റെ ദൈനംദിന നിർദ്ദേശമനുസരിച്ച് അത് തയ്യാറാക്കുന്നത് യുവശിഷ്യന്മാരുടെ ശ്രദ്ധ വേണ്ടുന്ന ചുമതലയായിരുന്നു. എന്റെ ഗുരുദേവൻ ഒരു സസ്യബുക്കായിരുന്നു. പക്ഷേ സന്യാസം സ്വീകരിക്കുന്നതിനു മുമ്പ് അദ്ദേഹം മുട്ടയും മീനും കഴിച്ചിരുന്നു. അവനവന്റെ ശരീരപ്രകൃതിക്ക് പറ്റിയ എന്തെങ്കിലും ലഘുവായ ഭക്ഷണം കഴിക്കുക എന്നതായിരുന്നു വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിന്റെ ഉപദേശം. ഗുരുദേവൻ അല്പം മാത്രം ഭക്ഷിച്ചിരുന്നു. മഞ്ഞൾ അല്ലെങ്കിൽ ബീട്രൂട്ടിന്റെയോ പച്ചച്ചീരയുടെയോ ചാറു ചേർത്ത് അല്പം എരുമനെയ്യ് തളിച്ച ചോറായിരുന്നു മിക്കപ്പോഴും. മറ്റു ചിലപ്പോൾ തുവരപ്പരിപ്പിന്റെയോ പാൽക്കട്ടിയുടെയോ കറിയും പച്ചക്കറികളുമായിരിക്കും കഴിക്കുക. ഭക്ഷണാവസാനം അരി കൊണ്ടുള്ള മധുര പലഹാരത്തോടൊപ്പം മാങ്ങയോ ഓറഞ്ചോ അല്ലെങ്കിൽ ചക്കപ്പഴത്തിന്റെ ചാറോ ആയിരിക്കും ഉണ്ടാവുക. സന്ദർശകർ ഉച്ചതിരിഞ്ഞ് വന്നിരുന്നു. പ്രശാന്തമായ ആശ്രമത്തിലേക്ക് ബാഹ്യലോകത്തു നിന്നും ആളുകളുടെ
ഒരു നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു. എന്റെ ഗുരുദേവൻ എല്ലാ അതിഥികളോടും മര്യാദയോടും ദയയോടും പെരുമാറി. താൻ പരമാത്മാവാണെന്നും അല്ലാതെ ശരീരമോ അഹംബുദ്ധിയോ അല്ലെന്നും സാക്ഷാത്കരിച്ച ഒരു ആചാര്യൻ എല്ലാ മനുഷ്യരിലും ശ്രദ്ധേയമായ ഒരു സമാനത ദർശിക്കുന്നു. പുണ്യാത്മാക്കളുടെ നിഷ്പക്ഷത ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. മായയുടെ മാറുന്ന മുഖങ്ങൾ ഒരിക്കലും അവരെ സ്വാധീനിക്കുന്നില്ല. ബോധോദയത്തിലെത്താത്ത മനുഷ്യരുടെ വിവേകത്തെ കുഴക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവർ അധീനരല്ല. ശക്തരായ പ്രമാണിമാരോടോ ധനാഢ്യരോടോ മറ്റു രീതിയിൽ മികച്ചവരോടോ ശ്രീ യുക്തേശ്വരൻ പ്രത്യേക പരിഗണനകൾ ഒന്നും കാട്ടിയിരുന്നില്ല. ദരിദ്രരെയോ അറിവില്ലാത്തവരെയോ അവഗണിച്ചിരുന്നുമില്ല. സത്യത്തിന്റെ വാക്കുകൾ ഒരു കുട്ടിയിൽ നിന്നായാലും അദ്ദേഹം ആദരവോടെ ശ്രദ്ധിക്കും. വേണ്ടി വന്നാൽ ഗർവിഷ്ഠനായ ഒരു പണ്ഡിതനെ പരസ്യമായി അവഗണിക്കുകയും ചെയ്യുമായിരുന്നു. 8 മണിയായിരുന്നു അത്താഴ സമയം. ചിലപ്പോൾ വൈകിത്തങ്ങുന്ന അതിഥികൾ ഉണ്ടാവും. ഗുരുദേവൻ അവരെ ഒഴിവാക്കി തനിയെ ആഹാരം കഴിക്കാൻ പോകുകയില്ല. വിശന്നോ അതൃപ്തരായിട്ടോ ആരും അദ്ദേഹത്തിന്റെ ആശ്രമം വിട്ടിരുന്നില്ല. അപ്രതീക്ഷിതരായ അതിഥികളെ കൊണ്ട് ശ്രീ യുക്തേശ്വരന് ഒരിക്കലും ആവതില്ലാതാകുകയോ ബുദ്ധിമുട്ട് വരികയോ ചെയ്തിരുന്നില്ല. ശിഷ്യന്മാർക്ക് അദ്ദേഹം വൈഭവത്തോടെ നൽകുന്ന നിർദ്ദേശങ്ങൾ കൊണ്ട് അല്പഭക്ഷണം ഒരു സദ്യയായി മാറും. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം മിതമായേ ചിലവാക്കിയിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ എളിയ സമ്പാദ്യം ധാരാളമായിരുന്നു. നിങ്ങളുടെ മടിശീല അനുവദിക്കുന്നിടത്തോളം മാത്രം സുഖസൗകര്യങ്ങളിൽ കഴിയുക, അദ്ദേഹം പറയുമായിരുന്നു. ധാരാളിത്തം ദുരിതം വരുത്തും. ആശ്രമ ഉത്സവങ്ങളുടെ വിശദാംശങ്ങളിലും കെട്ടിട നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണിയിലും അതുപോലെ മറ്റു പ്രായോഗിക കാര്യങ്ങളിലും ഗുരുദേവൻ തന്റെ സൃഷ്ടി നൈപുണിയുടെ മൗലികത പ്രദർശിപ്പിച്ചിരുന്നു. ശാന്തമായ സായാഹ്നവേളകളിൽ പലപ്പോഴും എന്റെ ഗുരുവിന്റെ പ്രഭാഷണങ്ങൾക്കു രംഗമൊരുക്കി. കാലത്തെ വെല്ലുന്ന അമൂല്യ നിധികൾ ആയിരുന്നു അവ. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ജ്ഞാനപ്രചോദിതമായിരുന്നു. ഉദാത്തമായ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ ആശയാവിഷ്കാരത്തിന്റെ മുഖമുദ്രയായിരുന്നു. അത് അന്യാദൃശ്യവുമായിരുന്നു. എന്റെ അനുഭവത്തിൽ മറ്റാരും ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്തവണ്ണം അദ്ദേഹം സംസാരിച്ചു. വാക്കുകൾ എന്ന പുറംചട്ട അണിയാൻ അനുവദിക്കുന്നതിനു മുമ്പ് സ്വന്തം ചിന്തകളെ വിവേചനത്തിന്റെ സൂക്ഷ്മമായ ത്രാസിൽ അദ്ദേഹം തൂക്കി നോക്കിയിരുന്നു. സർവസാർവത്രികമായി കുടികൊള്ളുന്ന ഒരു ശാരീരിക അവസ്ഥിതി പോലുള്ള സത്യത്തിന്റെ സാരം ആത്മാവിന്റെ സുഗന്ധിയായ ഒരു പ്രസ്രാവം പോലെ അദ്ദേഹത്തിൽ നിന്ന് വഴിഞ്ഞൊഴുകി. ഈശ്വരന്റെ സജീവമൂർത്തിഭാവത്തിനു മുന്നിലാണ് ഞാനെന്ന് എനിക്ക് എപ്പോഴും ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിലെ ദിവ്യതയുടെ മാഹാത്മ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ എന്റെ ശിരസ് വിനമ്രമാക്കി. ശ്രീ യുക്തേശ്വരൻ ബ്രഹ്മത്തിൽ ആമഗ്നനായി എന്ന് അതിഥികൾ മനസ്സിലാക്കിയാൽ അദ്ദേഹം ഉടനെ തന്നെ അവരെ സംഭാഷണത്തിലേക്ക് ആനയിക്കും. വലിയ ഭാവം നടിക്കാനോ തന്റെ ഉള്ളിലേക്കുള്ള പിൻവാങ്ങൽ പ്രദർശിപ്പിക്കാനോ അദ്ദേഹത്തിനു കഴിയുമായിരുന്നില്ല. എപ്പോഴും ബ്രഹ്മാനന്ദത്തിൽ നിർലീനനായിരുന്നതിനാൽ ഈശ്വര സംയോഗത്തിന് അദ്ദേഹത്തിന് പ്രത്യേക സമയമൊന്നും വേണ്ടിയിരുന്നില്ല. ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ആചാര്യൻ ധ്യാനത്തിന്റെ ചവിട്ടുപടികൾ നേരത്തെ തന്നെ പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നു. കായ് വരുമ്പോൾ പൂവ് കൊഴിയുന്നു. പക്ഷേ ആചാര്യന്മാർ അനുയായികൾക്ക് ഒരു മാതൃക കാട്ടാനായി ആത്മീയ സാധനങ്ങൾ നിർബന്ധപൂർവം നിലനിർത്തുന്നു. അർദ്ധരാത്രി വന്നെത്തുമ്പോൾ എന്റെ ഗുരുദേവൻ ഒരു കുഞ്ഞിന്റെ സ്വാഭാവികതയോടെ ചിലപ്പോൾ ഒന്നു മയങ്ങും. കിടക്കയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു നിർബന്ധവുമില്ലായിരുന്നു. തന്റെ സ്ഥിരമായ കടുവാത്തോലിരിപ്പിടത്തിന്റെ പിന്നിലിട്ടിരുന്ന വീതി കുറഞ്ഞ സോഫയിൽ ഒരു തലയിണ പോലുമില്ലാതെ മിക്കപ്പോഴും അദ്ദേഹം കിടക്കുമായിരുന്നു. രാത്രി മുഴുവൻ നീണ്ടുനിന്ന ദാർശനിക പ്രഭാഷണങ്ങൾ അപൂർവമായിരുന്നില്ല. തീവ്രമായ താല്പര്യം കാട്ടി ഏതു ശിഷ്യനും അത് ക്ഷണിച്ചു വരുത്താം. ആ വേളകളിൽ എനിക്ക് ക്ഷീണമോ ഉറങ്ങണമെന്നുള്ള ആഗ്രഹമോ അനുഭവപ്പെട്ടിരുന്നില്ല. ഗുരുദേവന്റെ സജീവമായ വാക്കുകൾ മാത്രം മതിയായിരുന്നു എനിക്ക്. ഓ, പ്രഭാതമായി കഴിഞ്ഞു, നമുക്ക് ഗംഗാതീരത്ത് നടക്കാൻ പോകാം. അങ്ങനെയാണ് പലപ്പോഴും എനിക്ക് ലഭിച്ചിരുന്ന രാത്രികാല ആത്മീയ ഉത്ബോധനങ്ങൾ പരിസമാപിച്ചത്. ശ്രീ യുക്തേശ്വരനോടൊപ്പം ഞാൻ കഴിഞ്ഞ ആദ്യത്തെ ഏതാനും മാസങ്ങളുടെ ഉച്ചബിന്ദു എങ്ങനെ കൊതുകിനെ തോൽപ്പിക്കാം എന്ന ഗുണപാഠമാണ്.
വീട്ടിൽ ഞങ്ങൾ രാത്രിയിൽ എപ്പോഴും കൊതുകുവല ഉപയോഗിച്ചിരുന്നു. ശ്രീരാമപുരം ആശ്രമത്തിൽ വിവേകപൂർവമായ ഈ വഴക്കത്തെ ആദരിച്ചിരുന്നത് അത് ഒഴിവാക്കിക്കൊണ്ടാണെന്നു കണ്ട് ഞാൻ ആകെ പരുങ്ങി. പക്ഷേ അവിടം മുഴുവൻ ഈ പ്രാണികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അവ എന്നെ നഖശിഖാന്തം കടിച്ചു. എന്റെ ഗുരുവിന് എന്നിൽ ദയ തോന്നി. നിനക്ക് ഒരു കൊതുകുവല വാങ്ങൂ, ഒന്ന് എനിക്കും. അദ്ദേഹം ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, നിനക്കു വേണ്ടി മാത്രം ഒന്ന് വാങ്ങുകയാണെങ്കിൽ മുഴുവൻ കൊതുകുകളും കൂടി എന്റെ നേരെ തിരിയും. പറഞ്ഞതുപോലെ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീരാമപുരത്ത് ഞാൻ താമസിച്ച ഓരോ രാത്രിയിലും കൊതുകുവല കെട്ടാൻ ഗുരുദേവൻ എന്നോട് പറയും. ഒരു രാത്രിയിൽ കൊതുകുകളുടെ ഒരു പറ്റം ഞങ്ങളെ വളഞ്ഞപ്പോൾ പതിവുള്ള നിർദ്ദേശങ്ങൾ തരാൻ ഗുരുദേവൻ കൂട്ടാക്കിയില്ല. ആ പ്രാണികളുടെ പ്രതീക്ഷാനിർഭരമായ മൂളൽ ആശങ്കയോടെ ഞാൻ ശ്രവിച്ചു. കിടക്കയിൽ കയറിയിട്ട് പ്രസാദിക്കാനായി ഒരു പ്രാർത്ഥന പൊതുവെ അവയുടെ ദിശയിലേക്ക് ഞാൻ സമർപ്പിച്ചു. അരമണിക്കൂറിന് ശേഷം ഞാൻ ഗുരുദേവന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഒന്ന് ചുമച്ചു നോക്കി. കൊതുകുകടിയും പ്രത്യേകിച്ച് രക്തദാഹത്തോടു കൂടിയ പാനോത്സവം അവ ആഘോഷിക്കുമ്പോഴുള്ള മൂളിപ്പാട്ടിന്റെ ശ്രുതിയും കൊണ്ട് എനിക്ക് ഭ്രാന്തു പിടിക്കുമെന്ന് തോന്നി. ഗുരുദേവനിൽ നിന്ന് പ്രതികരണമായി ഒരു അനക്കവുമില്ല. കരുതലോടെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നീങ്ങി. അദ്ദേഹം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നില്ലായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സമാധി അവസ്ഥയുടെ അടുത്തു നിന്നുള്ള എന്റെ ആദ്യ നിരീക്ഷണം. ഞാൻ ഭയന്നുപോയി. അദ്ദേഹത്തിന്റെ ഹൃദയം നിന്നുപോയിട്ടുണ്ടാവാം. ഒരു കണ്ണാടി ഞാൻ അദ്ദേഹത്തിന്റെ മൂക്കിനു താഴെ പിടിച്ചു. ശ്വാസത്തിന്റെ നീരാവി കണ്ടില്ല. ശരിക്കും ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ വിരലുകൾ കൊണ്ട് ആ വായും നാസാരന്ധ്രങ്ങളും മിനിറ്റുകളോളം അടച്ചുപിടിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം തണുത്തു നിശ്ചലമായിരുന്നു. പ്രജ്ഞയറ്റ ഞാൻ സഹായം തേടാനായി വാതിലിലേക്കു തിരിഞ്ഞു. ഓഹോ, തളിരിട്ടു വരുന്ന ഒരു പരീക്ഷണ കുതുകി, എന്റെ പാവം മൂക്ക്. ഗുരുദേവന്റെ സ്വരം ചിരിച്ചുകൊണ്ട് തരളമായി. നീ എന്താണ് ഉറങ്ങാത്തത്? നിനക്ക് വേണ്ടി ഈ സമസ്ത ലോകവും മാറാൻ പോകുന്നുണ്ടോ? നീ സ്വയം നിന്നിൽ മാറ്റം വരുത്തൂ. കൊതുകുകൾ ഉണ്ടെന്ന ബോധം വെടിയൂ. ദൈന്യതയോടെ നിസ്സഹായനായി ഞാൻ കിടക്കയിലേക്കു മടങ്ങി. ഒരൊറ്റ കൊതുകും എന്റെ അടുത്തു വരാൻ ധൈര്യപ്പെട്ടില്ല. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്റെ ഗുരുദേവൻ കൊതുകുവല ഉപയോഗിക്കാൻ സമ്മതിച്ചതെന്നും അദ്ദേഹത്തിന് കൊതുകുകളെ ഒരു ഭയവുമില്ലായിരുന്നുവെന്നും എനിക്കു മനസ്സിലായി. തന്നെ കടിക്കുന്നതിൽ നിന്ന് അവയെ യോഗശക്തിയാൽ വിലക്കാനും അല്ലെങ്കിൽ വേണമെന്ന് വെച്ചാൽ ആന്തരികമായ ഒരു അഭേദ്യതയിലേക്കു പിൻവാങ്ങാനും അദ്ദേഹത്തിനു കഴിയുമായിരുന്നു. അദ്ദേഹം എനിക്ക് ഒരു ദൃഷ്ടാന്തം കാട്ടുകയായിരുന്നു. ഞാൻ വിചാരിച്ചു, ആ യോഗാവസ്ഥയിൽ എത്തിച്ചേരാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. ഈ ലോകത്തിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത പ്രാണികളുടെ മുരളലും പകൽ വെളിച്ചത്തിന്റെ എവിടെയും കടന്നെത്തുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും പോലുള്ള അസംഖ്യം അസ്വാസ്ഥ്യങ്ങളെ കൂട്ടാക്കാതെ ഒരു യഥാർത്ഥ യോഗിക്ക് അതിബോധാവസ്ഥയിലേക്ക് കടന്നു പോകാനും അത് നിലനിർത്താനും സാധിക്കും. സമാധിയുടെ ആദ്യത്തെ സവികൽപ്പ അവസ്ഥയിൽ ബാഹ്യപ്രപഞ്ചത്തിന്റെ സർവവിധ ഇന്ദ്രിയ സാക്ഷ്യങ്ങളെയും ഭക്തൻ അടച്ചു വെളിയിലാക്കി അകറ്റുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വർഗത്തേക്കാൾ സുന്ദരമായ ഒരു ആന്തരിക ലോകത്തിലെ പുതുമയും വിശുദ്ധിയുമുള്ള നാദങ്ങളും കാഴ്ചകളും പ്രതിഫലമായി ലഭിക്കുന്നു. ആശ്രമത്തിലെ മറ്റൊരു ആദ്യകാല പാഠത്തിനും ശിക്ഷണത്തിന് ഉതകുന്ന കൊതുകുകൾ ഉപകരിച്ചു. ശാന്തമായ സന്ധ്യാസമയമായിരുന്നു അത്. എന്റെ ഗുരുദേവൻ പ്രാചീന ഗ്രന്ഥങ്ങൾ അന്യാദൃശമായി വ്യാഖ്യാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കാൽക്കലായി ഞാൻ സമ്പൂർണമായ ശാന്തിയിൽ ഇരുന്നു. ഈ സുന്ദരമായ സാഹചര്യങ്ങളിൽ ധിക്കാരിയായ ഒരു കൊതുകു കടന്നുവന്ന് എന്റെ ശ്രദ്ധ നേടാൻ മത്സരമായി. എന്റെ തുടയിൽ അതിന്റെ വിഷം നിറച്ച കുത്തിവെപ്പ് സൂചി തുളച്ചു കയറ്റിയപ്പോൾ അറിയാതെ ഞാൻ കൈ പകയോടെ ഉയർത്തി. ഉടനടി നടക്കേണ്ട വധശിക്ഷയിൽ നിന്ന് വിടുതൽ. തക്ക സമയത്ത് അഹിംസയെ പറ്റിയുള്ള പതഞ്ജലി സൂത്രം എനിക്ക് ഓർമ്മ വന്നു. നീ എന്താണ് വേണ്ടെന്ന് വെച്ചത്? ഗുരുദേവ, ജീവാപഹരണം അങ്ങ് ശുപാർശ ചെയ്യുമോ? ഇല്ല, പക്ഷെ നിന്റെ മനസ്സിൽ നീ മാരകമായ അടി നടത്തി കഴിഞ്ഞു. എനിക്ക് അത് മനസ്സിലാകുന്നില്ല. അഹിംസ കൊണ്ട് പതഞ്ജലി ഉദ്ദേശിച്ചത് കൊല്ലാനുള്ള ആഗ്രഹം ഒഴിവാക്കുക എന്നതാണ്. എന്റെ മനോവൃത്തികൾ ശ്രീ യുക്തേശ്വരന് ഒരു തുറന്ന പുസ്തകമായിരുന്നു. അഹിംസ
വാച്യാർത്ഥത്തിൽ ആചരിക്കാൻ അസൗകര്യമായ രീതിയിലാണ് ഈ ലോകം വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉപദ്രവകാരികളായ ക്ഷുദ്രജന്തുക്കളെ നശിപ്പിക്കാൻ മനുഷ്യൻ നിർബന്ധിതനായേക്കാം. എന്നാൽ കോപമോ പകയോ തോന്നാൻ അവൻ അത്തരത്തിൽ നിർബന്ധിതനല്ല. ഈശ്വരന്റെ മായയുടെ വായുവിന് എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായ അവകാശം ഉണ്ട്. സൃഷ്ടിയുടെ രഹസ്യം അനാവരണം ചെയ്യുന്ന ഒരു ദിവ്യൻ പ്രകൃതിയുടെ എണ്ണമറ്റ അമ്പരപ്പിക്കുന്ന ബഹിർസ്ഫുരണങ്ങളോട് നന്നെ പൊരുത്തപ്പെട്ടിരിക്കും. നശീകരണത്തിനുള്ള ശക്തമായ ആഗ്രഹത്തെ അതിജീവിക്കുന്നത് വഴി എല്ലാ മനുഷ്യർക്കും ഈ സത്യത്തെ മനസ്സിലാക്കാം. ഗുരുജി, ഒരു വന്യമൃഗത്തെ കൊല്ലുന്നതിലും ഭേദം താൻ സ്വയം ബലി കൊടുക്കാൻ തയ്യാറാകുന്നതാണോ? അല്ല, മനുഷ്യ ശരീരം അമൂല്യമാണ്. അന്യാദൃശമായ മസ്തിഷ്കവും സുഷുമ്നാ കേന്ദ്രങ്ങളും കാരണം അതിന് ഏറ്റവും മഹത്തായ പരിണാമാത്മക മൂല്യമുണ്ട്. നല്ല പുരോഗതി നേടിയിട്ടുള്ള സാധകന് ഏറ്റവും ഉന്നതമായ ഈശ്വര തത്വത്തിന്റെ അംശങ്ങൾ ഗ്രഹിക്കാനും ബഹിർസ്ഫുരിപ്പിക്കാനും ഇവ കഴിവു നൽകുന്നു. താഴ്ന്ന ഒരു ജീവിയും ഇപ്രകാരം സജ്ജമാക്കപ്പെട്ടിട്ടില്ല. ഒരു ജന്തുവിനെയോ മറ്റേതെങ്കിലും ജീവജാലത്തെയോ കൊല്ലാൻ മനുഷ്യൻ നിർബന്ധിതനായാൽ അവൻ ലഘുവായ ഒരു പാപത്തിന്റെ കടം വരുത്തിവെക്കുന്നുവെന്നത് സത്യമാണ്. പക്ഷേ മനുഷ്യ ശരീരത്തിന്റെ വിവേചനരഹിതമായ നശീകരണം കർമ്മനിയമങ്ങളുടെ ഗൗരവമായ ലംഘനമാണെന്ന് വിശുദ്ധ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. ഞാൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. സ്വാഭാവികമായ ജന്മവാസനകൾക്ക് ശാസ്ത്രങ്ങളുടെ പിൻബലം പലപ്പോഴും ലഭിക്കാറില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഗുരുദേവൻ ഒരു പുലിയുടെയോ കടുവയുടെയോ വളരെ അടുത്ത് ചെന്നുപെട്ടിട്ടില്ല. പക്ഷേ ഒരിക്കൽ ഒരു ഭയങ്കരനായ മൂർഖൻ പാമ്പ് അദ്ദേഹത്തെ നേരിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹം അതിനെ കീഴടക്കുകയാണുണ്ടായത്. എന്റെ ഗുരുദേവന്റെ പുരി കടൽ തീരത്തെ ആശ്രമത്തിൽ വെച്ചായിരുന്നു സംഭവം. ശ്രീ യുക്തേശ്വരന്റെ ഒരു പിൽക്കാല യുവശിഷ്യനായ പ്രബുൽ അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആശ്രമത്തിനു സമീപം വെളിയിൽ ഇരിക്കുകയായിരുന്നു. പ്രബുൽ എന്നോട് പറഞ്ഞു, ഭീതിരൂപമാർന്നതുപോലെ ഒരു 4 അടി നീളമുള്ള മൂർഖൻ പാമ്പ് തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അത് ഞങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നപ്പോൾ അതിന്റെ പത്തി കോപത്താൽ വിടർന്നിരുന്നു. ഗുരുദേവൻ ഒരു കുഞ്ഞിനോട് എന്ന പോലെ അതിനെ നോക്കി സ്വാഗതമായി ആഹ്ലാദത്തോടെ അടക്കി ചിരിച്ചു. ശ്രീ യുക്തേശ്വരൻ താളമൊപ്പിച്ച് കൈകൊട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. അദ്ദേഹം തന്റെ ഭയകാരിയായ വിരുന്നുകാരനെ രസിപ്പിക്കുകയായിരുന്നു. ഞാൻ ആകെ മൂകനായി. ഉള്ളിൽ തീവ്രഭക്തിയോടെ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഗുരുദേവന്റെ വളരെ അടുത്തെത്തിയ സർപ്പം അദ്ദേഹത്തിന്റെ ലാളനാഭാവത്താൽ ആകർഷിക്കപ്പെട്ട് നിശ്ചലനായി. പേടിപ്പെടുത്തുന്ന പത്തി ക്രമേണ ചുരുങ്ങി. ശ്രീ യുക്തേശ്വരന്റെ പാദങ്ങൾക്കിടയിലൂടെ പാമ്പ് ഇഴഞ്ഞുപോയി ചെടികൾക്കിടയിൽ മറഞ്ഞു. ഗുരുദേവൻ എന്തുകൊണ്ട് കൈകൾ ചലിപ്പിച്ചു എന്നതും മൂർഖൻ അവയെ എന്തുകൊണ്ട് കൊത്താതിരുന്നുവെന്നതും മനസ്സിലാക്കാൻ അന്ന് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പ്രബുൽ പറഞ്ഞു നിർത്തി. നമ്മുടെ ഗുരുദേവൻ ഏതെങ്കിലും ഒരു ജന്തുവിൽ നിന്ന് പരിക്കേൽക്കുമെന്ന ഭയത്തിന് അതീതനാണെന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി. ആശ്രമത്തിലെ എൻ്റെ ആദ്യ മാസങ്ങളിലെ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ശ്രീ യുക്തേശ്വരന്റെ ദൃഷ്ടി തുളഞ്ഞു കയറുന്ന വണ്ണം എന്നിൽ ഉറപ്പിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. നീ തീരെ മെലിഞ്ഞാണല്ലോ ഇരിക്കുന്നത് മുകുന്ദ. അദ്ദേഹത്തിന്റെ പരാമർശം വേദനിക്കുന്ന ഒരിടത്താണ് ചെന്നു തറച്ചത്. എൻ്റെ കുഴിഞ്ഞ കണ്ണുകളും തീരെ മെലിഞ്ഞ രൂപവും എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നില്ല. ബാല്യം മുതൽ വിട്ടുമാറാത്ത ദഹനക്ഷയം എന്നെ പീഡിപ്പിച്ചിരുന്നു. വീട്ടിൽ എൻ്റെ മുറിയിലെ ഷെൽഫിൽ ടോണിക് കുപ്പികളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. അവ ഒന്നും ഒരു ഗുണവും ചെയ്തില്ല. ഇത്ര ദുർബലമായ ഒരു ശരീരവും വെച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ എന്തു പ്രയോജനമെന്ന് ഞാൻ വേദനയോടെ ഇടയ്ക്കിടെ സ്വയം ചോദിക്കുമായിരുന്നു. മരുന്നുകൾക്ക് പരിമിതികളുണ്ട്. ദിവ്യവും സൃഷ്ടിപരവുമായ പ്രാണശക്തിക്ക് അതില്ല. അത് വിശ്വസിക്കൂ. നീ ആരോഗ്യവാനും ശക്തനുമായി തീരും. അവയുടെ സത്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയകരമായി പ്രയോഗിക്കാമെന്ന് ഗുരുദേവന്റെ വാക്കുകൾ തൽക്ഷണം എന്നെ ബോധ്യപ്പെടുത്തി. മറ്റൊരു ചികിത്സകനും ഞാൻ പലരെയും പരീക്ഷിച്ചിട്ടുണ്ട്. എന്നിൽ ഇത്ര ഗാഢമായ വിശ്വാസം ഉണർത്താൻ കഴിഞ്ഞിരുന്നില്ല.
ദിവസേന ഞാൻ ആരോഗ്യത്തിലും ശക്തിയിലും മെച്ചപ്പെട്ടു വന്നു. ബലസിദ്ധിയില്ലാതെ ഇക്കാലമത്രയും ഞാൻ ആഗ്രഹിച്ചിരുന്ന തൂക്കം ശ്രീ യുക്തേശ്വരന്റെ അദൃശ്യമായ അനുഗ്രഹത്താൽ 2 ആഴ്ച കൊണ്ട് ഞാൻ നേടി. എന്റെ വയറ്റിലെ അസുഖങ്ങൾ എന്നേക്കുമായി അപ്രത്യക്ഷമായി. പ്രമേഹം, ചുഴലിദീനം, ക്ഷയം, തളർവാദം എന്നിവ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ ഗുരുദേവൻ ദൈവികമായി രോഗവിമുക്തമാക്കിയതിന് സാക്ഷ്യം വഹിക്കാൻ പിന്നീട് പല അവസരങ്ങളിൽ എനിക്ക് സവിശേഷ ഭാഗ്യം ലഭിച്ചു. കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്കും ശരീരത്തിന് തൂക്കം വച്ചാൽ കൊള്ളാമെന്നുള്ള അതിയായ ആകാംക്ഷ ഉണ്ടായിരുന്നു. എന്റെ അസുഖം മാറ്റിയതിനു ശേഷം അടുത്ത ദിവസം ഗുരുദേവൻ എന്നോട് പറഞ്ഞു, ഒരു കടുത്ത അസുഖം മാറി ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരുന്ന അവസരത്തിൽ ഞാൻ വാരാണസിയിൽ ലാഹിരി മഹാശയനെ സന്ദർശിച്ചു. പ്രഭോ, ഞാൻ ഒരു വലിയ അസുഖത്തിലായിരുന്നു. എന്റെ തൂക്കം വളരെ കുറഞ്ഞു. ശരി യുക്തേശ്വര, നീ സ്വയം അസുഖമുണ്ടാക്കി എന്നിട്ട് മെലിഞ്ഞുപോയി എന്ന് ഇപ്പോൾ വിചാരിക്കുന്നു. ഈ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്ന് വളരെ വിഭിന്നമായിരുന്നു. എന്തായാലും എന്റെ ഗുരു പ്രോത്സാഹജനകമായി കൂട്ടിച്ചേർത്തു. നോക്കട്ടെ, നാളെ നിനക്ക് ഭേദമുണ്ടെന്ന് തോന്നുമെന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം ഗുപ്തമായി എന്റെ അസുഖം ഭേദമാക്കുന്നുവെന്നതിന്റെ ഒരു സൂചനയായി എന്റെ ശ്രദ്ധാലുവായ മനസ്സ് ആ വാക്കുകളെ സ്വീകരിച്ചു. അടുത്ത പ്രഭാതത്തിൽ ഞാൻ അദ്ദേഹത്തെ തേടി പിടിച്ച് സന്തോഷാധിക്യത്തോടെ പറഞ്ഞു, പ്രഭോ, എനിക്ക് ഇന്ന് നല്ല സുഖം തോന്നുന്നുണ്ട്. അതേയോ? ഇന്ന് നീ സ്വയം ഉന്മേഷവാനാക്കുന്നു. അല്ല ഗുരുദേവ, ഞാൻ നിഷേധിച്ചു. അങ്ങ് ആണ് എന്നെ സഹായിച്ചത്. ആഴ്ചകളായി ഇന്നാണ് എനിക്ക് അല്പമെങ്കിലും ശക്തി തോന്നിയത്. അതു ശരി, നിന്റെ അസുഖം വളരെ ഗുരുതരമായിരുന്നു. നിന്റെ ശരീരം ഇപ്പോഴും ദുർബലമാണ്. അത് നാളെ എങ്ങനെയിരിക്കുമെന്ന് ആർക്കു പറയാൻ കഴിയും? ക്ഷീണം വീണ്ടും ഉണ്ടാകാമെന്ന ചിന്ത എന്നിൽ വിറങ്ങലിപ്പിക്കുന്ന ഞെട്ടൽ ഉണ്ടാക്കി. അടുത്ത പ്രഭാതത്തിൽ ലാഹിരി മഹാശയന്റെ വീടുവരെ കഷ്ടിച്ച് ഇഴഞ്ഞെത്താൻ പോലും എനിക്ക് ആകുമായിരുന്നില്ല. പ്രഭോ, ഞാൻ വീണ്ടും രോഗിയായി. എന്റെ ഗുരുവിന്റെ നോട്ടം ചോദ്യരൂപത്തിലായിരുന്നു. അപ്പോൾ നീ വീണ്ടും അനാരോഗ്യം വിളിച്ചു വരുത്തുന്നു. എന്റെ ക്ഷമ കെട്ടു. ഗുരുദേവ, ഞാൻ പറഞ്ഞു, ദിവസേന അങ്ങ് എന്നെ കളിയാക്കുകയായിരുന്നുവെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. എന്റെ സത്യമായ വാക്കുകൾ അങ്ങ് അവിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വാസ്തവത്തിൽ നിന്നെ ഒന്ന് ഇടവിട്ട് ശക്തനും അശക്തനുമാക്കി തീർത്തത് നിന്റെ ചിന്തകളാണ്. എന്റെ ഗുരു എന്നെ സ്നേഹപൂർവ്വം നോക്കി. നിന്റെ ഉപബോധ മനസ്സിന്റെ പ്രതീക്ഷകളെ നിന്റെ ആരോഗ്യം എപ്രകാരം കൃത്യമായി പിന്തുടർന്നുവെന്ന് നീ കണ്ടുവല്ലോ. വൈദ്യുതിയോ ഭൂഗുരുത്വമോ പോലെ ചിന്തയും ഒരു ശക്തിയാണ്. മനുഷ്യ മനസ്സ് ഈശ്വരന്റെ സർവശക്തമായ ബോധത്തിന്റെ ഒരു സ്ഫുലിംഗമാണ്. നിന്റെ ശക്തമായ മനസ്സ് ഗാഢമായി എന്തെല്ലാം വിശ്വസിക്കുന്നുവോ അവയെല്ലാം തൽക്ഷണം സംഭവ്യമാകുന്നുവെന്ന് എനിക്ക് കാണിച്ചു തരാൻ കഴിയും. ലാഹിരി മഹാശയൻ ഒരിക്കലും വൃഥാവാക്ക് പറയുകയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഭയഭക്തിയോടും കൃതജ്ഞതയോടും കൂടി ചോദിച്ചു, ഗുരുദേവ, എനിക്ക് സുഖമാണെന്നും എന്റെ പഴയ തൂക്കം വീണ്ടെടുത്തുവെന്നും ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അവ യഥാർത്ഥമാകുമോ? അത് അങ്ങനെ തന്നെയാണ്. ഈ നിമിഷം പോലും എന്റെ കണ്ണുകളിൽ നോട്ടം കേന്ദ്രീകരിച്ച ഗുരുദേവൻ ഗൗരവത്തോടെ പറഞ്ഞു, തൽക്ഷണം എന്റെ ശക്തിയിൽ മാത്രമല്ല തൂക്കത്തിലും ഒരു വർധനവ് എനിക്ക് അനുഭവമായി. ലാഹിരി മഹാശയൻ മൗനത്തിലാണ്ടു. അദ്ദേഹത്തിന്റെ കാൽക്കൽ ഏതാനും മണിക്കൂറുകൾ ഇരുന്നിട്ട് ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങി. വാരാണസി സന്ദർശിക്കുന്ന വേളകളിൽ ഞാൻ അവിടെയാണ് താമസിക്കാറ്. എന്റെ മകനെ, ഇതെന്താ? നീ നീരുകൊണ്ട് വീങ്ങിയിരിക്കുകയാണോ? അമ്മയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ശരീരം ഇപ്പോൾ രോഗത്തിനു മുമ്പെന്ന പോലെ കൊഴുത്ത് ഊർജ്ജസ്വലമായിരുന്നു. ഞാൻ തൂക്കം നോക്കിയപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് 50 റാത്തൽ കൂടിയതായി കണ്ടു. അത് സ്ഥിരമായി നിൽക്കുകയും ചെയ്തു. എന്റെ മെലിഞ്ഞ ശരീരം കണ്ടിട്ടുള്ള സ്നേഹിതരും പരിചയക്കാരും വിസ്മയിച്ചുപോയി. ഈ ദിവ്യാത്ഭുതത്തിന്റെ ഫലമായി അവരിൽ പലരും സ്വന്തം ജീവിത രീതി മാറ്റുകയും ലാഹിരി മഹാശയന്റെ ശിഷ്യരായി തീരുകയും ചെയ്തു. ഈശ്വരനിൽ ഉണർന്നിരിക്കുന്ന എന്റെ ഗുരുനാഥൻ ഈ ലോകം സ്രഷ്ടാവിന്റെ വസ്തുനിഷ്ഠമായ ഒരു സ്വപ്നമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അറിഞ്ഞിരുന്നു. ഈശ്വരൻ എന്ന സ്വപ്നാടകനുമായുള്ള തന്റെ ഐക്യം പരിപൂർണമായി ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ലാഹിരി മഹാശയന് ഭൗതിക ലോകത്തിലെ സ്വപ്ന പരമാണുക്കളെ
തന്റെ ഇഷ്ടാനുസരണം ആവിർഭവിപ്പിക്കുക, വിലയിപ്പിക്കുക, അല്ലെങ്കിൽ അവയിൽ മറ്റെന്തെങ്കിലും മാറ്റം വരുത്തുക എന്നിവ സാധിച്ചു. നിയമം സൃഷ്ടിയെയാകെ നിയന്ത്രിക്കുന്നു. ശ്രീ യുക്തേശ്വരൻ പറഞ്ഞു നിർത്തി. ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാവുന്ന ബാഹ്യപ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്ന തത്വങ്ങളെ പ്രകൃതി നിയമങ്ങൾ എന്നു വിളിക്കുന്നു. എന്നാൽ ഗുപ്തമായ ആത്മീയ തലങ്ങളെയും ആന്തരിക ബോധമണ്ഡലത്തെയും ഭരിക്കുന്ന സൂക്ഷ്മതരമായ നിയമങ്ങൾ ഉണ്ട്. ഈ തത്വങ്ങളെ യോഗശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയും. വസ്തുവിന്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്നത് ഊർജതന്ത്രജ്ഞനല്ല, ആത്മസാക്ഷാത്കാരം ലഭിച്ച ആചാര്യനാണ്. ശിഷ്യന്മാരിൽ ഒരാൾ ജോലിക്കാരന്റെ ചെവി ഛേദിച്ചപ്പോൾ അത് പഴയതുപോലെയാക്കാൻ ക്രിസ്തുദേവന് കഴിഞ്ഞത് അമ്മാതിരി അറിവ് കൊണ്ടാണ്. എന്റെ ഗുരുദേവൻ വേദശാസ്ത്രങ്ങളുടെ അതുല്യനായ ഒരു വ്യാഖ്യാതാവായിരുന്നു. എന്റെ ഏറ്റവും സന്തോഷകരമായ പല ഓർമ്മകളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ കേന്ദ്രീകരിച്ചവയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രത്നഖചിതമായ ചിന്തകൾ അശ്രദ്ധയുടെയോ മൂഢതയുടെയോ ചാമ്പലിലേക്കല്ല ഇട്ടിരുന്നത്. എന്റെ ഒരു അക്ഷമമായ ശരീരചലനമോ അല്പം അശ്രദ്ധയോ ഗുരുദേവന്റെ വ്യാഖ്യാനത്തിന് പെട്ടെന്ന് ഒരു പൂർണ്ണ വിരാമമിടാൻ മതിയാകുമായിരുന്നു. നീ ഇവിടെയല്ല. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ശ്രീ യുക്തേശ്വരൻ ഈ പരാമർശത്തോടെ തന്റെ പ്രഭാഷണം നിർത്തി. പതിവ് പോലെ അദ്ദേഹം എന്റെ ശ്രദ്ധയുടെ പോക്ക് ഇടതടവില്ലാതെ നിരീക്ഷിച്ചിരുന്നു. ഗുരുജി, എന്റെ സ്വരം പ്രതിഷേധത്തിൻ്റെതായിരുന്നു. ഞാൻ അനങ്ങിയിട്ടില്ല, ഇമ വെട്ടിയിട്ടില്ല. അങ്ങ് പറഞ്ഞ ഓരോ വാക്കും എനിക്ക് ആവർത്തിക്കാൻ കഴിയും. എന്നിരുന്നാലും നീ പരിപൂർണമായി എന്നോടൊപ്പം ആയിരുന്നില്ല. നിന്റെ എതിർപ്പ് ഒന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. നിന്റെ മനസ്സിന്റെ പശ്ചാത്തലത്തിൽ നീ 3 സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. ഒന്ന് സമതലത്തിൽ വൃക്ഷനിബിഡമായ ഒരു സങ്കേതം, മറ്റേത് ഒരു കുന്നിൻ മുകളിൽ, മൂന്നാമത്തേത് സമുദ്രതീരത്തും. വാസ്തവത്തിൽ ആ അവ്യക്ത ചിന്തകൾ എന്റെ ഉപബോധ മനസ്സിൽ ഉണ്ടായിരുന്നു. ഞാൻ ക്ഷമാപണ രൂപത്തിൽ അദ്ദേഹത്തെ നോക്കി. എന്റെ യാദൃശ്ചിക ചിന്തകളിൽ ചുഴിഞ്ഞിറങ്ങുന്ന ഒരു ഗുരുദേവനോട് എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? ആ അവകാശം നീ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്ന സൂക്ഷ്മ സത്യങ്ങൾ നിന്റെ പരിപൂർണ ശ്രദ്ധയില്ലാതെ മനസ്സിലാവുകയില്ല. ആവശ്യമില്ലെങ്കിൽ ഞാൻ അന്യരുടെ മനസ്സിന്റെ ഏകാന്തതയെ കടന്നാക്രമിക്കാറില്ല. സ്വന്തം ചിന്തകളുടെ ഇടയിൽ ചുറ്റിത്തിരിയുന്നതിനുള്ള സ്വാഭാവിക അവകാശം മനുഷ്യനുണ്ട്. ക്ഷണിക്കപ്പെടാത്ത ഈശ്വരൻ അവിടെ കടന്നുവരില്ല. ഞാനും അതിക്രമിച്ചു കടക്കാൻ ധൈര്യപ്പെടുകയില്ല. അങ്ങേക്ക് എക്കാലത്തും സ്വാഗതമുണ്ടാവും ഗുരുദേവ. നിന്റെ വാസ്തുശില്പ സ്വപ്നങ്ങൾ ഭാവിയിൽ യാഥാർത്ഥ്യമാകും. ഇപ്പോൾ പഠിക്കാനുള്ള സമയമാണ്. അങ്ങനെ യദൃശ്ചയ എന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന 3 പ്രധാന സംഭവങ്ങളുടെ മുൻകൂട്ടിയുള്ള അറിവ് ഗുരുദേവൻ തന്റെ ലളിതമായ രീതിയിൽ വെളിവാക്കി. ചെറുപ്പം മുതൽ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള 3 കെട്ടിടങ്ങളുടെ ദുർഗ്രാഹ്യമായ ദൃശ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീ യുക്തേശ്വരൻ സൂചിപ്പിച്ച അതേ ക്രമത്തിൽ ഈ ദൃശ്യങ്ങൾ അവസാന രൂപം കൈക്കൊണ്ടു. ആദ്യം ഉണ്ടായത് ആൺകുട്ടികൾക്കുള്ള യോഗ വിദ്യാലയ സ്ഥാപനമായിരുന്നു, റാഞ്ചിയിലെ സമതലത്തിൽ. പിന്നീട് ലോസ് ആഞ്ചൽസിലെ ഒരു കുന്നിൻ മുകളിൽ അമേരിക്കയിലെ കേന്ദ്ര ആസ്ഥാനം. അതിനുശേഷം കാലിഫോർണിയയിലെ എൻസിനിറ്റാസിൽ ശാന്തസമുദ്ര തീരത്തെ ഒരു ആശ്രമം. ഇന്ന പ്രകാരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ പ്രവചിക്കുന്നു എന്ന് അഹങ്കാരത്തോടെ ഗുരുദേവൻ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അദ്ദേഹം സൂചിപ്പിക്കും, അങ്ങനെ സംഭവിച്ചേക്കാമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? പക്ഷേ അദ്ദേഹത്തിന്റെ ലളിതമായ സംഭാഷണത്തിൽ പ്രവചന ശക്തി ഒളിഞ്ഞിരുന്നിരുന്നു. പറഞ്ഞത് മാറ്റിപ്പറയുക എന്നൊന്ന് അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നേരിയ മറയുള്ള പ്രവചനങ്ങൾ അസത്യമായി വന്നിട്ടുമില്ല. ശ്രീ യുക്തേശ്വരൻ മിതമായും കാര്യമാത്ര പ്രസക്തമായും സംസാരിക്കുന്ന ആളായിരുന്നു. അവ്യക്തവും അർത്ഥശൂന്യവുമായ ദർശനപരത അദ്ദേഹത്തിൽ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകൾ നിലത്ത് ഉറപ്പിച്ചിരുന്നു, ശിരസ് സ്വർഗത്തിന്റെ അഭയസങ്കേതത്തിലും. പ്രായോഗിക ബുദ്ധിയുള്ളവർ അദ്ദേഹത്തിൽ മതിപ്പുണർത്തി. ഋഷിത്വം മുക്തമല്ല, ദൈവീകമായ അവബോധം പ്രാപ്തിക്കുറവ് ഉണ്ടാക്കുന്നില്ല. അദ്ദേഹം പറയും, സദ്ഗുണങ്ങളുടെ കർമ്മകുശലമായ പ്രകാശനം അതിശക്തമായ ബുദ്ധിവൈഭവം സൃഷ്ടിക്കുന്നു. എന്റെ ഗുരുദേവന് അതീതം ഭൗതിക മേഖലകളെ പറ്റി പ്രതിപാദിക്കുന്നതിൽ വൈമനസ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരേ ഒരു അത്ഭുത പരിവേഷം
പൂർണ്ണ ലാളിത്യത്തിൻ്റെതായിരുന്നു. സംഭാഷണത്തിൽ ഉദ്വേഗകരമായ പരാമർശങ്ങൾ അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. പ്രവൃത്തിയിൽ അദ്ദേഹം സ്വതന്ത്രമായി ആത്മപ്രകാശനം ചെയ്തു. പല ഗുരുക്കന്മാരും അത്ഭുത പ്രവർത്തികളെപ്പറ്റി പ്രസംഗിച്ചിരുന്നുവെങ്കിലും അവ പ്രവർത്തിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ശ്രീ യുക്തേശ്വരൻ ദിവ്യാത്ഭുതങ്ങളുടെ സൂക്ഷ്മമായ വിധി നിയമങ്ങൾ അപൂർവമായി പരാമർശിച്ചിരുന്നുള്ളൂവെങ്കിലും ആരുമറിയാതെ ഇച്ഛാനുസരണം അവ പ്രവർത്തിപ്പിച്ചിരുന്നു. സാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തി അന്ധകരണത്തിന്റെ അനുമതി കിട്ടാതെ ഒരു ദിവ്യാത്ഭുതവും കാട്ടുന്നില്ല. ഗുരുദേവൻ ഇങ്ങനെ വിശദീകരിച്ചു: സൃഷ്ടിയുടെ രഹസ്യം വിവേചനരഹിതമായി തുറന്നു കാട്ടാൻ ഈശ്വരൻ ആഗ്രഹിക്കുന്നില്ല. തന്നെയുമല്ല, ഈ ലോകത്തിലെ ഓരോ വ്യക്തിക്കും തന്റെ സ്വതന്ത്രമായ ഇച്ഛയുടെ മേൽ അടിയറ വയ്ക്കാനാവാത്ത അവകാശമുണ്ട്. ഒരു പുണ്യാത്മാവ് ആ സ്വാതന്ത്ര്യത്തിൽ അതിക്രമിച്ചു കടക്കുകയില്ല. ശ്രീ യുക്തേശ്വരന്റെ സ്വതവേയുള്ള മൗനം അഗാധ ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് ഉണ്ടായതായിരുന്നു. ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടില്ലാത്ത ഗുരുക്കന്മാരുടെ ദിനങ്ങളിൽ നിറഞ്ഞിരുന്ന അന്തമില്ലാത്ത വെളിപാടുകൾക്ക് അദ്ദേഹത്തിനു സമയമില്ലായിരുന്നു. ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഒരു ചൊല്ല് ഇങ്ങനെയാണ്: അല്പബുദ്ധികളിൽ ചിന്തയുടെ ചെറുമത്സ്യങ്ങൾ വലിയ ബഹളം ഉണ്ടാക്കുന്നു. സാഗരോപമമായ മനസ്സുകളിൽ പ്രചോദനത്തിന്റെ തിമിംഗലങ്ങൾ ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല. എന്റെ ഗുരുനാഥൻ നാട്യങ്ങളൊന്നുമില്ലാത്ത സ്വഭാവക്കാരനായിരുന്നതിനാൽ സമകാലീനരിൽ വളരെ കുറച്ചുപേർ മാത്രമേ അദ്ദേഹത്തെ ഒരു അതിമാനുഷ്യനെന്ന് തിരിച്ചറിഞ്ഞിരുന്നുള്ളൂ. തന്റെ അറിവ് മറച്ചുവെക്കാൻ കഴിയാത്തയാൾ വിഡ്ഢിയാണ് എന്ന പഴഞ്ചൊല്ല് അഗാധ ജ്ഞാനിയും മിതഭാഷിയുമായിരുന്ന എന്റെ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രസക്തമായിരുന്നില്ല. മറ്റെല്ലാവരെയും പോലെ ഒരു സാധാരണക്കാരനായി ജനിച്ചെങ്കിലും ശ്രീ യുക്തേശ്വരൻ കാലദേശങ്ങളുടെ നിയന്താവുമായി താതാത്മ്യം തേടി. മനുഷ്യന്റെയും ഈശ്വരന്റെയും സംഗമത്തിന് മറികടക്കാനാവാത്ത ഒരു തടസ്സവും ഗുരുദേവൻ ദർശിച്ചില്ല. മനുഷ്യന്റെ ആത്മീയമായ സാഹസികതയില്ലായ്മയല്ലാതെ അങ്ങനെ ഒരു തടസ്സവുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ശ്രീ യുക്തേശ്വരന്റെ പാദസ്പർശത്തിൽ ഞാൻ എപ്പോഴും പുളകം കൊണ്ടിരുന്നു. തന്റെ ഗുരുദേവന്റെ സമാരാധ്യമായ സ്പർശനത്താൽ ഒരു ശിഷ്യൻ ആത്മീയമായി കാന്തവൽക്കരിക്കപ്പെടുന്നു, ഒരു സൂക്ഷ്മമായ വൈദ്യുതി ഉൽപ്പന്നമാകുന്നു. സാധകന്റെ മസ്തിഷ്കത്തിലെ അനഭികാമ്യമായ വാസനകൾ പലപ്പോഴും എരിച്ചു കളയുന്നത് പോലെയാകുന്നു. ലൗകിക വാസനാസരണികൾ ഗുണകരമായി മാറ്റിമറിക്കപ്പെടുന്നു. ക്ഷണികമായെങ്കിലും മായയുടെ രഹസ്യമറകൾ ഉയരുകയും അവൻ പരമാനന്ദത്തിന്റെ യാഥാർത്ഥ്യം ദർശിക്കുകയും ചെയ്യും. എന്റെ ഗുരുദേവന്റെ മുന്നിൽ ഭാരതീയ രീതിയിൽ നമസ്കരിച്ചപ്പോഴൊക്കെ എന്റെ സർവാംഗം ഒരു വിമോചകമായ പ്രകാശദീപ്തി കൊണ്ട് പ്രതികരിച്ചു. ലാഹിരി മഹാശയൻ മൗനമായിരുന്നാലും, അതല്ല തീർത്തും ആത്മീയമല്ലാത്ത വിഷയങ്ങൾ സംസാരിച്ചാലും അദ്ദേഹം എന്നിൽ അവാച്യമായ ജ്ഞാനം പകർന്നിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. ഗുരുദേവൻ എന്നോട് പറഞ്ഞു. ശ്രീ യുക്തേശ്വരൻ എന്നെയും ഇതേ രീതിയിൽ സ്വാധീനിച്ചു. മനോവിഷമത്തിന്റെയോ ഉദാസീനതയുടെയോ മാനസികാവസ്ഥയിൽ ഞാൻ ആശ്രമത്തിൽ പ്രവേശിച്ചാൽ എന്റെ മനോവൃത്തി ഞാൻ അറിയാതെ തന്നെ മാറും. എന്റെ ഗുരുവിന്റെ ദർശനമാത്രയിൽ തന്നെ എന്നിൽ ആശ്വാസദായകമായ പ്രശാന്തി ചൊരിയപ്പെടുകയായി. അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോ ദിവസവും ആനന്ദത്തിന്റെയും ശാന്തിയുടെയും ജ്ഞാനത്തിന്റെയും പുതിയ ഓരോ അനുഭവമായിരുന്നു. അത്യാഗ്രഹമോ ക്രോധമോ മമതാബന്ധമോ കൊണ്ട് മതിവിഭ്രമത്തിൽപ്പെട്ടോ വൈകാരികമായി ഉന്മത്തനായോ അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. മായയുടെ കൂരിരുൾ നിശബ്ദമായി അണയുകയാണ്. നമുക്ക് നമ്മുടെ ആന്തരിക ഗേഹത്തിലേക്ക് അതിവേഗം മടങ്ങാം. മുന്നറിയിപ്പിന്റെ ഈ വാക്കുകളോടെ ഗുരുദേവൻ തന്റെ ശിഷ്യരെ ക്രിയായോഗത്തിന്റെ ആവശ്യകതയെപ്പറ്റി സദാ ഓർമ്മപ്പെടുത്തി. വല്ലപ്പോഴും ഏതെങ്കിലും ഒരു പുതിയ ശിഷ്യൻ യോഗാനുഷ്ഠാനത്തിനുള്ള അയാളുടെ യോഗ്യതയെപ്പറ്റി സംശയം പ്രകടിപ്പിക്കും. കഴിഞ്ഞ കാലം മറക്കൂ, ശ്രീ യുക്തേശ്വരൻ അവനെ ആശ്വസിപ്പിക്കും. എല്ലാ മനുഷ്യരുടെയും കഴിഞ്ഞകാല ജീവിതം നിരവധി ലജ്ജാകരമായ ചെയ്തികളാൽ ഇരുളടഞ്ഞതാണ്. ഈശ്വരനിൽ നിലയുറപ്പിക്കാത്തിടത്തോളം കാലം മനുഷ്യന്റെ പെരുമാറ്റം ഒരിക്കലും ആശ്രയയോഗ്യമാവില്ല. നിങ്ങൾ ഒരു ആത്മീയ യത്നം ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ ഭാവിയിൽ എല്ലാം മെച്ചപ്പെടും. ഗുരുദേവന് ആശ്രമത്തിൽ എപ്പോഴും യുവശിഷ്യന്മാർ ഉണ്ടായിരുന്നു. അവരുടെ ബുദ്ധിപരവും ആത്മീയവുമായ വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ ആയുഷ്കാല താല്പര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ
മഹാസമാധിക്ക് തൊട്ടു മുമ്പ് പോലും 6 വയസ്സുള്ള 2 ആൺകുട്ടികളെയും ഒരു 16കാരനെയും ആശ്രമത്തിൽ അന്തേവാസികളായി അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുള്ളവർക്കെല്ലാം ശ്രദ്ധാപൂർവം ശിക്ഷണം നൽകി. ശിഷ്യനും ശിക്ഷണവും പദനിഷ്പത്തിയിലും പ്രായോഗിക തലത്തിലും സംബന്ധമുള്ളതാണ്. ആശ്രമവാസികൾ അവരുടെ ഗുരുവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അടുത്ത് ആകാംക്ഷയോടെ അവരെ എത്തിക്കുവാൻ അദ്ദേഹത്തിന്റെ ചെറിയ ഒരു കൈക്കൊട്ടൽ മതിയായിരുന്നു. അദ്ദേഹം മൗനിയായോ അന്തർമുഖനായോ ഇരുന്നാൽ ആരും സംസാരിക്കാൻ ഒരുമ്പെടുകയില്ല. അദ്ദേഹത്തിന്റെ ഉല്ലാസമായ ചിരി മുഴങ്ങുമ്പോൾ കുട്ടികൾ അദ്ദേഹത്തെ അവരുടെ സ്വന്തമായി കരുതി. ശ്രീ യുക്തേശ്വരൻ സ്വന്തം കാര്യത്തിൽ സേവനത്തിന് മറ്റുള്ളവരോട് ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല എന്നു തന്നെയുമല്ല, സേവനം സന്തോഷത്തോടെയല്ല അർപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കുകയുമില്ലായിരുന്നു. ഗുരുവിന്റെ വസ്ത്രം കഴുകൽ എന്ന വിശേഷഭാഗ്യമായ ജോലി ശിഷ്യന്മാർ മറന്നുപോയാൽ ഗുരുദേവൻ അത് സ്വയം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ സാധാരണ വേഷം സന്യാസിമാരുടെ പരമ്പരാഗതമായ കാവ്യവസ്ത്രമായിരുന്നു. യോഗിമാരുടെ പതിവനുസരിച്ച് കടുവയുടെയോ മാനിന്റെയോ തോലുകൊണ്ടുള്ള ചരടില്ലാത്ത പാദരക്ഷ അദ്ദേഹം വീടിനകത്ത് ഉപയോഗിച്ചിരുന്നു. ശ്രീ യുക്തേശ്വരൻ നല്ല ഒഴുക്കുള്ള ഇംഗ്ലീഷും ഫ്രഞ്ചും ബംഗാളിയും ഹിന്ദിയും സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കൃതം മോശമായിരുന്നില്ല. ഇംഗ്ലീഷും സംസ്കൃതവും പഠിക്കാൻ താൻ ചാതുര്യത്തോടെ ആവിഷ്കരിച്ച ചില കുറുക്കുവഴികൾ കൊണ്ട് ചെറുപ്പക്കാരായ ശിഷ്യരെ അദ്ദേഹം ക്ഷമയോടെ പഠിപ്പിച്ചിരുന്നു. ഗുരുദേവൻ തന്റെ ശരീരത്തോട് അമിതമായ പ്രതിപത്തി കാട്ടിയിരുന്നില്ല എങ്കിലും അതിനെ ജാഗ്രതയോടെ ശ്രദ്ധിച്ചിരുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിലൂടെയാണ് ദൈവികത വേണ്ടവണ്ണം വെളിപ്പെടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏതു കാര്യത്തിലും അമിതത്വം അദ്ദേഹം പിന്താങ്ങിയിരുന്നില്ല. വളരെ നീണ്ട ഒരു ഉപവാസം അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ശിഷ്യനോട് ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നായ്ക്ക് ഒരെല്ല് എറിഞ്ഞു കൊടുത്തുകൂടെ? ശ്രീ യുക്തേശ്വരന്റെ ആരോഗ്യം ഒന്നാം തരമായിരുന്നു. അദ്ദേഹത്തെ രോഗബാധിതനായി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നാട്ടുനടപ്പ് ആദരിച്ചിരുന്നതുകൊണ്ട് ശിഷ്യർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വൈദ്യന്മാരെ കാണാൻ അവരെ അദ്ദേഹം അനുവദിച്ചിരുന്നു. ജഡവസ്തുക്കൾക്ക് ബാധകമായ ദൈവിക നിയമങ്ങളിലൂടെ ചികിത്സ വൈദ്യന്മാർ തുടരണം, അദ്ദേഹം പറഞ്ഞു. പക്ഷേ മനസ്സുകൊണ്ടുള്ള ചികിത്സയുടെ ശ്രേഷ്ഠത അദ്ദേഹം എപ്പോഴും വാഴ്ത്തി. അദ്ദേഹം ഇടയ്ക്കിടെ ആവർത്തിച്ചു പറയുമായിരുന്നു, ജ്ഞാനമാണ് ഏറ്റവും വലിയ സംശുദ്ധകം. അദ്ദേഹം തന്റെ ശിഷ്യരോട് പറഞ്ഞു, ഈ ശരീരം ചതിയനായ ഒരു ചങ്ങാതിയാണ്. അതിനുള്ളത് അതിനു കൊടുക്കുക, അതിൽ കൂടുതൽ ഒന്നും വേണ്ട. വേദനയും സുഖവും ചഞ്ചലമാണ്. ദ്വൈതാവസ്ഥകളെ ശാന്തതയോടെ നേരിടുക, അതേസമയം അവയുടെ സ്വാധീനശക്തിയുടെ പരിധിക്ക് പുറത്തു കടക്കാൻ ശ്രമിക്കുക. രോഗവും രോഗവിമുക്തിയും കടന്നുവരുന്ന വാതിലാണ് ഭാവന. രോഗമുള്ളവർ പോലും അസുഖത്തിന്റെ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കാതിരിക്കുക. അംഗീകരിക്കപ്പെടാത്ത സന്ദർശകൻ ഓടിയകലും. ഗുരുദേവന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ അനേകം ഭിഷഗ്വരന്മാരുണ്ടായിരുന്നു. ശരീരശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ കുറെ കൂടി മുന്നോട്ടു പോയി ആത്മാവിന്റെ ശാസ്ത്രത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം, അദ്ദേഹം അവരോട് പറഞ്ഞു. ശരീരയന്ത്രത്തിനു പിന്നിൽ സൂക്ഷ്മമായ ഒരു ആത്മീയ ഘടന ഒളിച്ചിരിക്കുന്നു. പാശ്ചാത്യത്തിന്റെയും പൗരസ്ത്യത്തിന്റെയും നന്മകളുടെ സജീവ സമന്വയകർത്താക്കളാവാൻ ശ്രീ യുക്തേശ്വരൻ ശിഷ്യരെ ഉപദേശിച്ചു. ബാഹ്യമായ വഴക്കങ്ങളിൽ ഒരു പാശ്ചാത്യ കാര്യനിർവാഹകനും ആന്തരികമായി ആത്മീയതയിൽ പൗരസ്ത്യനും ആയിരുന്നു അദ്ദേഹം. പാശ്ചാത്യരുടെ പുരോഗമനാത്മകതയും പ്രത്യുൽപ്പന്ന മതിത്വവും ശുചിത്വത്തോടു കൂടിയ രീതികളും പൗരസ്ത്യദേശത്തിന്റെ നൂറ്റാണ്ടുകളുടെ പരിവേഷം നൽകുന്ന ആത്മീയ ആദർശങ്ങളും അദ്ദേഹം പുകഴ്ത്തി. അച്ചടക്കം എന്നത് എനിക്ക് അപരിചിതമായിരുന്നില്ല. വീട്ടിൽ അച്ഛൻ കർശന നിയമങ്ങൾ വച്ചിരുന്നു. അനന്തത ആണെങ്കിൽ പലപ്പോഴും കർക്കശനും ആയിരുന്നു. പക്ഷേ ശ്രീ യുക്തേശ്വരന്റെ പരിശീലനത്തെ കടുപ്പം എന്നല്ലാതെ വിശേഷിപ്പിക്കാൻ വയ്യ. സ്വയം ഒരു പൂർണ്ണതാവാദിയായ അദ്ദേഹം സുപ്രധാന കാര്യങ്ങളിലായാലും സാധാരണ പെരുമാറ്റത്തിന്റെ സൂക്ഷ്മാംശങ്ങളിലായാലും ശിഷ്യരോട് അതിനിശിതമായ വിമർശന ബുദ്ധി കാട്ടിയിരുന്നു. ആത്മാർത്ഥതയില്ലാത്ത സദാചാര രീതികൾ മരിച്ച ഒരു സുന്ദരിയായ സ്ത്രീയെ പോലെയാണ്, അദ്ദേഹം അവസരോചിതമായി ഒരിക്കൽ പറഞ്ഞു. ഭവ്യത ഒഴിവാക്കിക്കൊണ്ടുള്ള തുറന്നു പറച്ചിൽ ഒരു വൈദ്യന്റെ കത്തി പോലെയാണ്. ബലവത്താണ്, എങ്കിലും അസുഖകരം തന്നെ. ഭവ്യതയോടുകൂടിയ ഉള്ളതു പറയൽ സഹായകരവും മതിപ്പുളവാക്കുന്നതുമാണ്.
ഗുരുദേവൻ എൻ്റെ ആത്മീയ പുരോഗതിയിൽ സംതൃപ്തനായിരുന്നുവെന്നാണ് വിചാരിക്കേണ്ടിയിരുന്നത്. കാരണം അദ്ദേഹം അതേപ്പറ്റി ഒന്നും പറയുകയേ ഉണ്ടായിട്ടില്ല. മറ്റു കാര്യങ്ങളിൽ എൻ്റെ കാതുകൾക്ക് ശകാരം ഒട്ടും അപരിചിതമായിരുന്നില്ല. അശ്രദ്ധ കാട്ടുക, ഇടയ്ക്കിടെ വിഷാദഭാവത്തിലിരിക്കുക, മര്യാദയുടെ ചില ചട്ടങ്ങൾ ലംഘിക്കുക, വല്ലപ്പോഴും ചിട്ടയില്ലാത്ത രീതിയിൽ അനുവർത്തിക്കുക എന്നിവയായിരുന്നു എൻ്റെ പ്രധാന അപരാധങ്ങൾ.